ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗ്ഗത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതും ഖുർആൻ തന്നെയാണ്. ചുരുക്കത്തിൽ ഇവിടെ നാം എങ്ങനെയാണ് ചരിക്കേണ്ടത്, എങ്ങനെയാണ് ചലിക്കേണ്ടത്, എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ അർത്ഥതലങ്ങളിലും വിശുദ്ധ ഖുർആനാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. വിശുദ്ധ ഖുർആനാണ് നാം നിയന്ത്രിക്കപ്പെടേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്യസ്ഥമാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ക്രിസ്ത്യാനികൾ ബൈബിൾ കാണാതെ പഠിച്ചവർ എത്ര പേരുണ്ട്? ജൂതന്മാരിൽ തൗറാത്ത് കാണാതെ പഠിച്ചവർ എത്ര പേരുണ്ട്? പക്ഷെ ഒരു മഹല്ലത്തെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഖുർആന് പഠിക്കാത്തവർ, ഖുർആന് കാണാതെ പഠിക്കാത്തവർ, ഹാഫിലീങ്ങളല്ലാത്തവർ തുലോം തുച്ഛമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുകയും ഹൃദ്യസ്ഥമാക്കുകയും ലോകത്ത് ഒരു സമൂഹം, ഒരു സമുദായം മുഴുവനും തങ്ങളുടെ നേതൃത്വമായി വിശുദ്ധ ഖുർആനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ഖുർആൻ നമ്മളെ നയിക്കണമെന്നും ആ ഖുർആൻ നാളെ ഖബറിൽ നമുക്ക് മറുപടി പറയേണ്ടി വരുമെന്നും നാളെ പരലോകത്ത് അതേ ഖുർആൻ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസം, ആ വിശ്വാസത്തിൽ നീതി പുലർത്താൻ നമുക്ക് കഴിയേണ്ടത് വിശുദ്ധ ഖുർആനിനെ നാം എവിടെ ഇരുത്തണം, വിശുദ്ധ ഖുർആനിന് എങ്ങനെയാണ് നാം സ്വാധീനം നൽകേണ്ടത്, വിശുദ്ധ ഖുർആനിനെ നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന തിരിച്ചറിവിലൂടെ മാത്രമാണ് എന്ന് ഞാൻ ആമുഖമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. ഞാനൊരു ചെറിയ ചോദ്യം ഈ SKSSFന്റെയും SYSന്റെയും പരിപാടിയിൽ മലപ്പുറം ജില്ലയിലെ ഈ താനാളൂർ എന്ന് പറയുന്ന പ്രദേശത്തെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, ഖുർആൻ എവിടെയാണ് ഇറക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ് എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ച നിങ്ങളുടെ മറുപടി എന്താണ്? എവിടെയാണ് ഖുർആൻ എവിടെയാണ് ഇറങ്ങിയത്? പൊന്നാനിയിലെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോ, പൊന്നാനിയിലെ ഏതെങ്കിലും ഒരു പ്രസ്സിലോ, അതല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ഖുർആൻ പ്രസ്സിലോ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയോ? ഇല്ല. വിശുദ്ധ ഖുർആൻ എവിടെയാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ നാളിത് വരെ നമ്മൾ മറുപടി പറഞ്ഞത്, അല്ലെങ്കിൽ നാം മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ അവതീർണമായത് ഞാനും നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധ കഅബാലയത്തിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലുൻ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിലെ ആ ഗാർ ഹിറായിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ള മറുപടി. പക്ഷെ ഞാൻ പറയുന്നു, അങ്ങനെ വിശുദ്ധ ഖുർആൻ ജബലുൻ നൂറിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നു എങ്കിൽ ഇന്ന് ആ പർവ്വതം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ പർവ്വതം ഇന്ന് അവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ഇതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ഏതെങ്കിലും ഒരു ഗിരിമാർഗത്തിൽ, ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ ലറഅയ്തഹു, നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു ആ പർവ്വതത്തിന്റെ പരിണിത അവസ്ഥ. എന്താണ്? ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആ പർവ്വതത്തിന് താങ്ങാൻ കഴിയാതെ പൊട്ടി പിളർന്ന് പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ജബലുൻ നൂർ അങ്ങനെ തന്നെ ഇല്ലേ?
അങ്ങനെ തന്നെ ഇല്ലേ? ഗാറ ഹിറ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ആ പർവ്വതത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഖുർആൻ എങ്ങനെയാണ് പർവ്വതത്തിൽ ഇറങ്ങിയെന്ന് നമുക്ക് പറയാൻ കഴിയുക? ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഖുർആനിന്റെ അവതരണം നടന്നതെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുക? അപ്പൊ അവിടെ അല്ല എന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമായി. എവിടെയാണ് ഖുർആൻ ഇറങ്ങിയത്? ഇൻഷാ അല്ലാഹ് ആ ഖുർആൻ എവിടെ ഇറങ്ങി? എവിടെയാണ് ഖുർആനിന്റെ അവതരണം നടന്നത്? വിശുദ്ധ ഖുർആനെ നമ്മൾ എവിടെയാണ് ഇരുത്തേണ്ടത്? എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ അല്ലാഹു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന ഹൃദയത്തിന് വിശുദ്ധ ഖുർആൻ ഏതൊക്കെ പേര് നൽകിയിട്ടുണ്ട്? ഇതെല്ലാം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് 10:30 മുമ്പ് നമ്മൾ സ്വലാത്ത് ചൊല്ലി പിരിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചൂട് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായിരുന്നാലും നിങ്ങളെക്കാൾ ചൂട് ഞാൻ കൂടുതൽ നേരിടേണ്ടി വരുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നാ മതിയല്ലോ. നിങ്ങൾക്ക് വീശാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റൊന്ന് നിൽക്കാം. എനിക്കിതൊന്നും പറ്റില്ല. അതുകൊണ്ട് ത്യാഗം നമ്മൾ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഒരല്പം അധികം ഞാൻ ത്യാഗം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകൂല. നിങ്ങളുടെ മുഖത്ത് പ്രസംഗം നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് പ്രസംഗം നിർത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എവിടെയാണ് ഖുർആനിന്റെ അവതരണം നടന്നത്? എവിടെയാണ്? ഗാർ ഹിറ എന്ന് പറയുന്ന ജബലുൻ നൂറിലല്ല ഖുർആനിന്റെ അവതരണം നടന്നത്. സൗർ മലയെന്ന് അറിയപ്പെടുന്ന വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിലാണോ ഖുർആൻ ഇറങ്ങിയത്? അല്ല. സൗദി അറേബ്യയിലെ മദീന പ്രസിലാണോ ഖുർആനിന്റെ അവതരണം നടന്നതല്ല. പൊന്നാനി മുസ്ഹഫ് എന്ന പേരിൽ പണ്ടുകാലം മുതൽ നമ്മൾ ഓതിപ്പഠിച്ചിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിന്റെ പ്രസിലാണോ ഖുർആൻ ഇറങ്ങിയത്? അല്ല. എവിടെയാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെന്ന് സൂറത്ത് ശുഅറയിലൂടെ പടച്ചതമ്പുരാൻ വ്യക്തമാക്കുകയാണ്. ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറയിലൂടെ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു പറയുന്നു, എവിടെ നിന്നാണ് ഖുർആൻ വന്നതെന്നറിയോ? ഏതെങ്കിലും തപാലിൽ വന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും ഫാക്ടറികളിൽ നിർമ്മിച്ചതല്ല വിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും ഫാക്ടറികളിലോ ഏതെങ്കിലും പ്രസ്സിലോ നിർമ്മിച്ചതല്ല വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അധിപനായ സർവ്വലോക സംരക്ഷകനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഭാഗത്ത് നിന്നാണ് വിശുദ്ധമായ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. അല്ലാഹുവാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത്. അവനാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. എന്നിട്ടോ അല്ലാഹു പറയുകയാണ്, എങ്ങനെയാണ് ഖുർആൻ ഈ മണ്ണിലേക്ക് വന്നതെന്നറിയോ? വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഖുർആൻ വന്നതിന്റെ വഴിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്, നസല ബിഹിർ റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാ കൊണ്ടുവന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് ഖുർആൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ജിബ്രീലാണ്. സഹോദരങ്ങളെ, ഖുർആൻ എവിടെയാണ് ഇറക്കപ്പെട്ടത്? അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. അല്ലാഹു പറയുകയാണ്, ഒരിക്കലും വിശുദ്ധ ഖുർആൻ പർവ്വതത്തിന്റെ മുകളിലല്ല ഇറക്കപ്പെട്ടത്. അതേ പർവ്വതത്തിന്റെ മുകളില് ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ 40-ാമത്തെ വയസ്സിലെ പ്രവാചകൻ ഇഖ്റഇന്റെ സന്ദേശം വന്നു. ശരി തന്നെയാണ്. ജബലുൻ നൂറിലെ പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്. അതും ശരി തന്നെയാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ചരിത്രത്തിന്, ഖുർആനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന് ഏതെങ്കിലും പർവ്വതങ്ങളോട് ചേർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ അത് ജബലുൻ നൂർ എന്ന് പറയുന്ന ഹിറാ ഗുഹ ഉൾക്കൊള്ളുന്ന പർവ്വതം തന്നെയാണ്. അതിന് സംശയമില്ല. പക്ഷേ ഖുർആൻ ഇറക്കപ്പെട്ടത് പർവ്വതത്തിലല്ല. ഖുർആൻ ഇറക്കപ്പെട്ടത് മാമലകളിലല്ല, സാഗരങ്ങളിലല്ല. ഖുർആൻ ഇറക്കപ്പെട്ടത് അലാ ഖൽബിക, ആ
അബ്ദുള്ളയുടെ പൊന്നുമോൻ ആമിനയുടെ തങ്കക്കുടമായ മദീനയുടെ രാജാവ് മക്കയുടെ ജേതാവിന്റെയും നിങ്ങളുടെയും വികാരമായ വിചാരമായ ഹബീബായ പ്രവാചകന്റെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലാണ് അലാ ഖൽബിക നബിയെ അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലാണ് ഖുർആൻ ഇറങ്ങിയത്. പിടിച്ചു വെക്കണേ സഹോദരിമാരെ, ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലാണ് ഖുർആൻ ഇറങ്ങിയത്. എന്തിനാണ് ഖുർആൻ ഇറങ്ങിയത്? വാപ്പ മരിക്കുമ്പോ ഓതാൻ വേണ്ടി മാത്രമാണോ? വലിയ വലിയ സ്ഥാപനങ്ങൾ കിട്ടി ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനങ്ങൾ ഈ ചരിത്രത്തിൽ ഉണ്ടാക്കിയെടുത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിതകൂന മിനൽ മുൻദിരീ. ആ ഖുർആന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ആ ഖുർആനിലാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞത്. ആ ഖുർആനിലാണ് നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ആ ഖുർആനിലാണ് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞത്. ആ ഖുർആനിലാണ് നമ്മൾ എങ്ങനെയാണ് ആരാധനകൾ നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലാണ് നമ്മുടെ എല്ലാ ഗതിവിഗതികളെയും നിയന്ത്രിക്കുന്നത്. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുകുരത്തില് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കൊണ്ടുവന്ന ആരുടെ മാധ്യമത്തിലാണെന്ന് പറഞ്ഞു? നസല ബിഹി റൂഹുൽ അമീൻ. അത് ജിബ്രീലിലാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് എവിടെയാണ് ഖുർആൻ ഇറക്കപ്പെട്ടതെന്ന് പറഞ്ഞു? എവിടെയാണ്? അലാ ഖൽബിക അങ്ങയുടെ ഹൃദയത്തിലാണ്. നാലാമത് അല്ലാഹ് പറഞ്ഞത് എന്തിനാണ് ഖുർആൻ വന്നതെന്നാണ്? ലിതകൂന മിനൽ മുൻദിരീ. വിശുദ്ധ ഖുർആൻ കൊണ്ട് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. അഞ്ചാമതാകട്ടെ സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞത് ഈ ഖുർആനിന്റെ ഭാഷ ഏതാണെന്നാ? ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. സ്പഷ്ടമായ അല്ലാഹുവിന്റെ ഖുർആൻ അറബി ഭാഷയിലാണ് ഇറക്കപ്പെട്ടത്. ഇവിടെയാണ് ഞാനും നിങ്ങളെ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട അബ്ദുള്ളയുടെയും ആമിനയുടെയും തങ്കമോനായ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുട്ടിയുടെ വലിപ്പമുള്ള ഹൃദയത്തിനകത്താണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഹൃദയത്തിലാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വിശുദ്ധ ഖുർആൻ എന്ന നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ലോകത്ത് നമ്മൾ വിവിധ പാർട്ടികളിലോ അല്ലെങ്കിൽ സംഘടനകളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. ആ സംഘടന ബയലോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആമുഖ പുസ്തകമോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ മറ്റ് ഏതാകട്ടെ അതിനെക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് വിശുദ്ധമായ ഖുർആനാണ്. ആർക്കും അതിൽ സംശയമില്ല. വിശുദ്ധ ഖുർആനാണ്. നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എത്രയോ തവണ തിരുത്തലുകൾക്ക് വിധേയമായി. ഭരണഘടന എത്രയോ തവണ തിരുത്തിയിട്ടുണ്ട്. ഭരണഘടന തിരുത്തപ്പെട്ട് ആ ഭരണഘടനയെ നമ്മൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആദരവോടെ കാണുന്ന നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന എത്രയോ തവണ തിരുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുള്ളിക്കൊരു വ്യത്യാസം വരുത്താൻ ഇന്ന് വരെ വിശുദ്ധ ഖുർആനിൽ ഒരു പുള്ളിക്ക് വ്യത്യാസം വരുത്താൻ ലോകത്ത് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? കഴിയോ? അള്ളാന്റെ ഹബീബ് ചെയ്തിട്ടുണ്ടോ? അത് ആ ഭാഗത്തേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. വിശുദ്ധ ഖുർആനിലാണ്, വിശുദ്ധ ഹൃദയത്തിലാണ് ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് എന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആൻ എത്ര സൈസ് ഹൃദയത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്? ഏതൊക്കെ ഹൃദയമാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്? അത് നമ്മളൊന്ന് പഠിക്കണം. ഇത് 6-ാം നൂറ്റാണ്ടിലുള്ള അറബികളുടെ കാര്യമല്ല ഈ പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും ഭൂഖണ്ഡത്തിലുള്ള കാര്യമല്ല ഈ പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിലെ മലപ്പുറം ജില്ലയിലെ ഈ തിരൂര്, താനൂര്, താനാളൂരിലുള്ള നിങ്ങൾക്കും എനിക്കും അല്ലാഹു തന്ന ഹൃദയം, ആ ഹൃദയത്തെ വിശുദ്ധ ഖുർആൻ എത്ര വിഭാഗമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 3 സൈസായിട്ട് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മുടെ ഹൃദയത്തെ പരിചയപ്പെടുത്തി.
മൂന്ന് ഹൃദയം അഥവാ മൂന്ന് പേരിലാണ് ആ ഹൃദയം അറിയപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഈ മൂന്ന് സൈസ് ഹൃദയത്തിൽ ഏത് ഭാഗത്താണ് ഖുർആൻ ഇപ്പൊ ഇരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ്, ഒരു പരിശോധന നമുക്കൊന്ന് നടത്താം. ഒന്നാമതായി ഇപ്പൊ നമ്മൾ കേട്ടു അല ഖൽബിക, അല്ല പറഞ്ഞ ഹൃദയത്തിന്റെ ഒന്നാമത്തെ പേര് ഖൽബ് എന്നാണ്. ഖൽബ് എന്താ ഈ ഖൽബ് എന്ന് പറഞ്ഞാൽ? ഖൽബെന്ന് പറഞ്ഞാൽ അർത്ഥം ഇളകി മറിയുന്നത് എന്നാണ്. ഇളകി മറിയുന്നത്. ഖൽബെന്ന് പറഞ്ഞാൽ ഇളകി മറിയുക. ആരും ഉറങ്ങിപ്പോകരുത് കേട്ടാ. ഇളകി മറിയുന്നത് എന്നാണ് ഖൽബിന്റെ അർത്ഥം. നമ്മുടെ ചിന്തകൾ മാറി മാറിയിരിക്കൂലേ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. ഒരു മുസ്ലിം ലീഗുകാരൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ വോട്ടിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കും, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ടിടണം എന്ന്. ഈ പോയ മുസ്ലിം ലീഗുകാരനോ കോൺഗ്രസ്സുകാരനോ ഈ വീട്ടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ല എന്നെന്തെങ്കിലും ധാരണയുണ്ടോ? നന്നായിട്ടറിയാള് കമ്മ്യൂണിസ്റ്റുകാരനാണ്, പിന്നെന്തിനാ വോട്ട് ചോദിക്കാൻ പോയത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇലക്ഷന്റെ തലേ ദിവസം നിശബ്ദ പ്രചരണത്തിന്റെ ഇടയിൽ മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്ക് പോയി, കോൺഗ്രസ്സുകാരന്റെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് ചോദിച്ചു, വോട്ട് ഞങ്ങൾക്ക് നിങ്ങൾ തരണം എന്ന്. എന്റെ ഈ വീട്ടുകാരൻ കോൺഗ്രസ്സുകാരനല്ല എന്നും മുസ്ലിം ലീഗുകാരനല്ല എന്നും എന്തെങ്കിലും ധാരണ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടോ? ഇല്ല. പിന്നെന്തിനാ വീട്ടിൽ പോയത്? എന്തിനാ പോയത്? അപ്പോഴാണ് ഖൽബിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക. എന്തിനാ പോയെന്നറിയോ? ചിലപ്പോ ഒരു മാറ്റം വന്നാലോ? മനസ്സല്ലേ, മാറാലോ. ഖൽബെന്ന് പറഞ്ഞാൽ ചാടി നിൽക്കും, ചരിഞ്ഞു നിൽക്കും, ഇളകി മറിയും. ചിന്തകൾ അങ്ങനെയാണല്ലോ. ഖൽബെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലനാത്മകമാണ് ഖൽബ്. ഇതാണ് ഖൽബിന്റെ അർത്ഥം. അള്ളാന്റെ ഹബീബിന്റെ ഖൽബിലാണ് ഖുർആൻ ഇറക്കിയത്. പക്ഷെ ഖൽബിൽ തന്നെ ഖുർആൻ കിടന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഖൽബിൽ തന്നെ ആ ഖുർആനെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തിയില്ല. ആ ഖൽബിൽ നിന്ന് നേരെ അതിനെ എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയോ? ഖൽബെന്ന് പറഞ്ഞാൽ മറിയും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയായിരിക്കൂല നാളത്തെ ചിന്തയായിരിക്കൂല മറ്റന്നാൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഏത് സമയത്തും അള്ളാന്റെ റസൂലിന്റെ ദുആ എന്തായിരുന്നെന്നറിയോ? ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാതെ. അതുകൊണ്ടാണ് ഇന്നത്തെ എന്റെ ഒരു ചിന്തയാകൂല നാളത്തെ എന്റെ ചിന്ത. ഇന്ന് എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരിക്കില്ല നാളെ ഉണ്ടാവുക. നിങ്ങളോട് എനിക്കുണ്ടാകുന്ന സ്നേഹമായിരിക്കില്ല നാളെ ഉണ്ടാവുക. ഖൽബെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഹൃദയത്തിന്റെ പുറന്തോടാണത് ഖൽബ് എന്ന് പറഞ്ഞാൽ. മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ചിന്തകൾ. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേട്ട് പറയുകയാണ്, ഏത് സമയത്തും റസൂലുള്ളാഹി ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രവാചകന്റെ പ്രാർത്ഥന ഇതായിരുന്നത്രേ. ഏത് സമയത്തും പ്രവാചകന്റെ ദുആ ഇതാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനെ, ഹൃദയത്തിനെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, ഹൃദയത്തിന്റെ താളത്തെ തെറ്റിച്ച് കളയുന്ന പടച്ചതമ്പുരാനെ, ചിന്തകളെ മാറ്റിമറിക്കുന്ന റഹ്മാനായ അല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഈ ദുആ നിരന്തരമായി പ്രവാചകനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകരോട് ചോദിക്കുകയാണ്, നബിയേ, എന്തേ ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചല്ലോ, അങ്ങ് കൊണ്ടുവന്ന ഖുർആനിനെ കൊണ്ട് ഞങ്ങളെ വിശ്വസിച്ചല്ലോ, എന്നിട്ട് ഞങ്ങളെ ഈമാനിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ, ആശങ്കയുണ്ടോ, ഭയമുണ്ടോ? ആ സമയത്താണ് പ്രവാചകനെ പറഞ്ഞു, അനസേ, ഉണ്ടനസേ, എനിക്ക് നിങ്ങളുടെ ഈമാനിൽ സംശയമുണ്ട്, എനിക്ക് നിങ്ങളുടെ ഈമാനിൽ ആശങ്കയുണ്ട്, ഭയമുണ്ട്, പേടിയുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണത്രേ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണ് ഓരോരുത്തരുടെ ഹൃദയമുള്ളത്. യുഖല്ലിബുഹാ കൈഫ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ മുഅ്മിനായിരിക്കും, നേരം വെളുക്കുമ്പോ കാഫിറാകാ, പടച്ചവനെ കാക്കട്ടെ. ഇന്ന് ഞാനൊരു സുന്നിയാകാ, നാളെ വൈകുന്നേരം ഒരു ബിദ്അത്തുകാരനായി മാറാ. ഇന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാകാ, നാളെ ഞാനൊരു കോൺഗ്രസ്സുകാരനായി മാറാ. ഇന്ന് ഞാൻ ഏതെങ്കിലും നിലയിൽ പ്രിയപ്പെട്ടവരെ മനസ്സ് എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചിരിക്കാ, നാളെ എന്റെ മനസ്സ് അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു ഭാഗമായിരിക്കാ കേന്ദ്രീകരിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ദുആരക്കുന്നത്, ഇടയത്തെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. എന്നെ സത്യത്തിൽ നിന്നും അസത്യത്തിലേക്ക് നീ കൊണ്ടുപോകല്ലേ, നീതിയിൽ നിന്ന് അനീതിയിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ തമ്പുരാനെ, പ്രകാശത്തിൽ നിന്ന് ഇരുളിലേക്ക് നീ എന്നെ കൊണ്ടുപോകല്ലേ അല്ലാ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നീയാണെന്ന് പറയുന്നതിന്റെ പൊരുളതാണെന്ന് അനസതങ്ങളോട് ആരംഭപൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖൽബെന്നാണ് ഹൃദയത്തിന് അല്ലാഹ് ആദ്യമായി കൊടുത്ത പേര്. ആ ഖൽബിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഏത് ഹൃദയമാണ്? ഖൽബെന്ന് അല്ലാഹ് പറഞ്ഞ ഹൃദയമാണ്. ആ ഖൽബിന്റെ അർത്ഥം എന്താണ്? ചിന്തകൾ മാറി മറിയുന്നത്, ഇളകി മറിയുന്നത് എന്നാണ്. അവിടെ നമ്മൾ ഖുർആനിനെ പ്രതിഷ്ഠിക്കാൻ പാടില്ല. ഖുർആൻ ഇറങ്ങിയത് ഖൽബിലാണ്. ആ ഖുർആനെ നമ്മൾ ഖൽബിൽ നിന്ന് കൊണ്ടുവരണം രണ്ടാമത് പറഞ്ഞ ഹൃദയത്തിലേക്ക്. രണ്ടാമത് പറഞ്ഞ ഹൃദയം ഏതാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രണ്ടാമത് പരിചയപ്പെടുത്തിയ ആ ഹൃദയത്തിന്റെ പേരേതെന്നറിയോ? യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ആ സമയത്താണ് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഖുർആൻ നമ്മളിൽ ഇടപെടുന്നത്. അവിടെയല്ലേ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഞ്ചരിച്ചതെങ്ങനെയല്ലേ? ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാര്. അവിടെ ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയാ? ഹബീബായ നബി തങ്ങൾ എങ്ങനാണ് വീട്ടിലുള്ളത്? ചലനം എങ്ങനാണ്? നിശ്ചലനം എങ്ങനാണ്? ആ സമയത്ത് മഹദി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവം എന്നല്ലേ? കാന ഖുലുഖുൽ ഖുർആൻ, എന്റെ ഭർത്താവിന്റെ പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രവാചകനെ ചലിക്കുന്ന ഖുർആനാണ്, എന്റെ പ്രവാചകനെ മൊബൈൽ ഖുർആനാണ്, എന്റെ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ ഖുർആനാണ്. അങ്ങനെ ആകാൻ മലപ്പുറത്തുകാരിയായ പെങ്ങളെ, താനൂരുകാരിയായ പെങ്ങളെ, താനാളൂരിലെയും താനൂരിലെയും തിരൂരിലെയും മലപ്പുറത്തെയും കേരളത്തിലെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, എന്തുകൊണ്ടാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നല്ല സമയം അടുക്കളയിൽ കാണേണ്ട, അടുക്കളയിൽ ബെഡ്റൂമിൽ സ്വകാര്യതയിൽ നമ്മൾ ചെയ്യേണ്ടതല്ല. പരസ്യമായിട്ട് ക്രോസ് ആയിട്ട് ഒരു പ്രത്യേകമായ സംവിധാനത്തിലും മൈക്കും ക്യാമറയിലും ഫിറ്റ് ചെയ്ത് അകത്തളങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പുറം ലോകത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ആഭാസതരത്തിന്റെ കോമാളിത്തരത്തിന്റെ കേളിയായി മാറിയ ബിഗ് ബോസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ മുസ്ലിം പെണ്ണ് എന്തുകൊണ്ടാ സഞ്ചരിക്കുന്നതെന്നറിയോ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ പ്രതിഷ്ഠിക്കപ്പെടാത്തത് കൊണ്ടാ, അവരുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഖുർആൻ ചലനം സൃഷ്ടിക്കാത്തത് കൊണ്ടാ. എന്തുകൊണ്ടാണ് പെങ്ങളെ അതിന്റെ പിന്നാലെ ഞാനും നിങ്ങളും പരക്കം പായുന്നത്? പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ കൂടെ ഇരുത്തിയിട്ട് അന്യ പുരുഷന്മാർ, അന്യ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുടുചുംബനങ്ങൾ കൊടുക്കുന്നത്, അവിടെയും ഇവിടെയും തൊടുകയും സ്പർശിക്കുകയും അതുപോലെ ദർശിക്കുകയും ചെയ്യുന്നത്, മോശമായ കമന്റുകൾ പാസാക്കുന്നത്, ആഭാസത്തരങ്ങൾ, കോമാളിത്തരങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് പകർന്നു കൊടുക്കുന്ന മഗ്രിബിന്റെയും ഇശാഇന്റെയും പരിപാവനമായ സമയത്തിന്റെ ഇടയിൽ മുസ്ലിം പെണ്ണിനെ ത്രസിച്ചു കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അടക്കമുള്ള നാണംകെട്ട പരിപാടികളിലും മുസ്ലിം പെണ്ണ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്നറിയോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് അതിന്റെ കാണികളായി അനുവാചകരായി മാറുന്നതെന്നറിയോ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ ഇറങ്ങാത്തത് കൊണ്ടാ. പുറന്തോടാകുന്ന കൽബിൽ ഖുർആൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിലാകുന്ന നെഞ്ചകത്തേക്ക് ഖുർആൻ ഇറങ്ങി വന്നിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ ഖുർആനിനെ കൊണ്ടുവെക്കേണ്ടത് നെഞ്ചിന്റെ ഉള്ളാകുന്ന ഫുആദിലാണ്. അവിടെയാണ് ഖുർആൻ ചലനം സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ ഖുർആനിനെ ഉള്ളിന്റെ ഉള്ളിൽ പതിപ്പിച്ചപ്പോഴാണ് ഇവോൺ റിട്ടലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, ഫാത്തിമ ശബരിമലയെ പോലെ, മലയാളത്തിന്റെ മധുരനാരങ്ങ മാധവിക്കുട്ടി എന്ന കമലാസുരയെ പോലെ, കേശീവനെന്ന യൂസുഫുൽ ഇസ്ലാമിനെ പോലെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചകത്ത് സ്വീകരിക്കാൻ ആവാഹിക്കാനും ആ ഖുർആനിനെ വശീകരിക്കാനും ഖുർആനിനെ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞത് വിശുദ്ധ ഖുർആനിനെ നെഞ്ചിന്റെ ഉള്ളിൽ ഇരുത്താനുള്ളവരുടെ വ്യഗ്രതയാണ്. അതുകൊണ്ടല്ലേ യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായ മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം പറ്റിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി ക്യാറ്റ്സീവനെ നടന്നു പോകുമ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. ആ കേട്ട മാത്രയിലെ ക്യാറ്റ്സീവനെ ചിന്തിക്കുകയാണ്, ഏറ്റവും വലിയ സംഗീതം ഇത് തന്നെയല്ലേ, ഏറ്റവും നല്ല സംഗീതം ഇതല്ലേ? ആരാ ചിന്തിക്കുന്നത്? യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയാണ് ക്യാറ്റ്സീവൻ. മാസാമാസം ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം വാങ്ങിയിട്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന ക്യാറ്റ്സീവൻ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതല്ലേ ഏറ്റവും വലിയ സംഗീതം? ഈ സംഗീതത്തെക്കാൾ എന്റെ സംഗീതത്തിന് എന്ത് വിലയാ ഉള്ളത്? അയാൾ എങ്ങനെ ചിന്തിച്ചു? അദ്ദേഹം ഖുർആനെ പഠിക്കാതെ ഖുർആൻ പഠിച്ചു ഫാത്തിഹ പഠിച്ചു, ബഖറ പഠിച്ചു, ആലു ഇംറാൻ പഠിച്ചു, നിസാ പഠിച്ചു, മാഇദ പഠിച്ചു, അൻആം പഠിച്ചു, അഅറാബ് പഠിച്ചു, അൻഫാൽ പഠിച്ചു, യൂനുസ് പഠിച്ചു, ഹൂദ് പഠിച്ചു, യൂസുഫ് എന്ന അധ്യായമെത്തി. ഖുർആനിനെ ഇങ്ങനെ പഠിച്ച് ക്യാറ്റ്സീവൻ എന്ന് പറയുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടിയിട്ട് തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാനം നൽകിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ അദ്ദേഹത്തിന്റെ നെഞ്ചകത്തെ പിടിച്ചുലുക്കിയ ഒരു അധ്യായമായിരുന്നു സൂറത്ത് യൂസുഫ്. ആ സൂറത്ത് യൂസുഫിന്റെ പ്രത്യേകത അറിയുമോ? എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും വ്യത്യസ്ത അധ്യായങ്ങളിൽ കിടക്കുകയാണ്. ഖസസില്, അംബിയായില്, ബഖറയില് ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് ഓരോ ചരിത്രങ്ങളും. പക്ഷേ ഒരേ ഒരു പ്രവാചകന്റെ ചരിത്രം എ ടു സെഡ് ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നത് യൂസുഫ് നബിയുടെ ചരിത്രം മാത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാം തർത്തീബായി ക്രമീകരിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏക ചരിത്രം മഹാനായ സൗന്ദര്യത്തിന്റെ പ്രതീകം സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ ചരിത്രമാണ്. മാത്രമല്ല ആ അധ്യായത്തിന് ആ പ്രവാചകന്റെ പേര് തന്നെ അല്ലാഹു തആല കൊടുത്തു, സൂറത്ത് യൂസുഫ്. തീരുന്നില്ല. ഖുർആനിലെ ഏറ്റവും നല്ല ചരിത്രം ആരുടെ ചരിത്രമാണ്? ആദം നബിയുടേതാ, നൂഹ് നബിയുടേതാ, ലൂത്ത് നബിയുടേതാണോ, മൂസാ നബിയുടേതാണോ, ഈസാ നബിയുടേതാണോ? നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണോ? അല്ല. വിശുദ്ധ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചരിത്രം എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയ ചരിത്രം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുന്നുണ്ട്, ഭരണാധികാരികളുടെ നീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പറ്റി പറയുന്നുണ്ട്, ഒരു നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ പ്രേമത്തെ പറ്റി പറയുന്നുണ്ട്, അധികാരത്തെ പറ്റി പറയുന്നുണ്ട്, കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, സെഹറിനെ പറ്റി പറയുന്നുണ്ട്, കണ്ണേറിനെ പറ്റി പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫ് മാത്രം ചർച്ച ചെയ്താൽ ഒരു കൊല്ലം സംസാരിക്കാൻ മാത്രം പ്രവിശാലമായ ചരിത്രത്തിന്റെ ഒരു വലിയ പുസ്തകമാണ് സൂറത്ത് യൂസുഫ്.
മനസ്സിലാക്കണം. ആ സൂറത്ത് യൂസുഫ് എന്ന അധ്യായം ഏറ്റവും നല്ല ചരിത്രമെന്ന് അള്ളാഹു കൊടുത്തു. ക്യാറ്റ്സീവൻ എന്ന ലക്ഷക്കണക്കിന് രൂപ മാസാമാസം ശമ്പളം വാങ്ങിയിരുന്ന യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി സൂറത്ത് യൂസുഫ് പഠിച്ചിട്ട് ഒരു നിമിഷം ചിന്തിച്ചത് എങ്ങനെയെന്നറിയോ? ഞാൻ യൂറോപ്പിലെ സംഗീത ലോകത്തെ വിൽപ്പന ചരക്കായിരുന്നല്ലോ. ഞാനും ഒരു അടിമയായിരുന്നു, സംഗീത ലോകത്തിന്റെ അടിമ. യൂസുഫ് നബിയും ഒരു അടിമയായിരുന്നു, മിസ്രിലെ ചന്തയിലെ മാർക്കറ്റിലെ ഒരു അടിമ. അങ്ങനെ യൂസുഫ് നബിയുടെ ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയസ്പൃക്കായി അത് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് അതിങ്ങനെ മനസ്സിൽ ഉറച്ചു കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരുമാറ്റം നടത്തി. ഏത് പേരുമാറ്റം നടത്തിയതാണ്? സുൽത്താൻ ബത്തേരിക്ക് മറ്റേതെങ്കിലും പേര് കൊടുക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. രാജ്യത്തിന്റെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾക്ക് പേരുമാറ്റം നടത്തുന്നത് പോലെ എളുപ്പമല്ല. രാജ്യത്തിന്റെ ആദരിക്കപ്പെടേണ്ട വലിയ രാജ്യത്തിന്റെ യശസ്സുയർത്തുന്ന ഏറ്റവും മനോഹരമായ ലോകാത്ഭുതങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പല കേന്ദ്രങ്ങളുടെയും പേര് നിഷ്പ്രയാസം മാറ്റാൻ പറ്റുന്നത് പോലെ എളുപ്പമല്ല. തന്റെ മാതാവും പിതാവും തനിക്കിട്ട് തന്ന, താൻ ഏതൊരു അഡ്രസ്സിലാണോ അറിയപ്പെട്ടത്, താൻ ഏതൊരു പേരിലാണോ നാളിതുവരെ അറിയപ്പെട്ടത്, ആ പേര് മാറ്റുന്നു. ക്യാറ്റ്സീവൻ എന്ന പേര് മാറ്റിയിട്ട് ആ യൂറോപ്പ് പോപ്പ് സംഗീതത്തിന്റെ കുലപതി അദ്ദേഹത്തിന് സ്വയം നൽകിയ പേര്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഹഠാദാകർഷിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിട്ടു. അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം. ഇന്ന് നിങ്ങൾ ചെന്നിട്ട് ഇന്റർനെറ്റിൽ നിങ്ങളൊന്ന് പരിശോധന നടത്തി, രാത്രി കിടക്കും മുമ്പ് ഗൂഗിളിൽ ഒരു പരിശോധന നടത്തി ക്യാറ്റ്സീവൻ എന്നോ യൂസുഫുൽ ഇസ്ലാം എന്നോ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. അദ്ദേഹം ഖുർആനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ സംഗീതം നിങ്ങൾക്ക്, ഖുർആനാണ് ഏറ്റവും വലിയ സംഗീതം, ബാങ്ക് വിളിയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഗീതമെന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ അദ്ദേഹത്തിന് പോലും വിശുദ്ധ ഖുർആൻ ചലനം സൃഷ്ടിച്ചത് എന്തിന്റെ പേരിലാണ്? അദ്ദേഹത്തിന്റെ ഖുർആൻ അദ്ദേഹത്തിന് അദ്ദേഹം സ്ഥാനം കൊടുത്തത് കൽബെന്ന പുറന്തോടിലല്ല, അകത്തുള്ള സദറിലല്ല, അതിന്റെയും ഉള്ളിലുള്ള ഫുആദിലാണ് അദ്ദേഹം ഖുർആനിന് സ്ഥാനം നൽകിയത്. അങ്ങനെ സ്ഥാനം നൽകിയാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ കാണുന്നത് പിന്നെ ഖുർആനാവും, നമ്മൾ കേൾക്കുന്നത് പിന്നെ ഖുർആനാവും, നമ്മൾ പറയുന്നത് പിന്നെ ഖുർആനാവും. അതിനല്ലേ നമ്മളെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത്. ഇതൊന്നും ചെയ്യാതെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ മൻ ഇമാമുക്കാന്ന് ചോദിച്ചാൽ മഹലിലെ ഖതീബിന്റെ പേര് പറ, ഇടി 10 അധികം കിട്ടും. ഇടി 10 അധികം കിട്ടും. ഖതീബിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ നാളെ പരലോകത്ത് ഒരു ഖതീബും വരൂല നമ്മളെ പിടിക്കാൻ, ഒരു നേതാവും വരൂല നമ്മളെ പിടിക്കാൻ. നമ്മുടെ കൈ പിടിക്കാൻ വേണ്ടി വരുന്നത്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വരുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ നമുക്ക് രക്ഷപ്പെടേണ്ട ഖബറിലും പരലോകത്തും അതിന് നമ്മൾ എന്തു വേണം? ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ഉറപ്പിക്കണം. അതിന് ഖുർആനിന് നമ്മൾ നല്ല ഇരിപ്പിടം കൊടുക്കണം. അത് പുറന്തോളാകുന്ന കൽബിൽ കൊടുത്താൽ പോരാ, തൊട്ടടുത്ത കേന്ദ്ര സ്ഥലമായ സദറിൽ കൊടുത്താൽ പോരാ, അവിടെ നിന്നും ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ചിന്തിച്ച് ഇതിലെന്താ ഖുർആന്റെ സമീപനം? ഇലക്ഷൻ വന്നു, എന്താ ഖുർആൻ പറയുന്നത്? തൊട്ടപ്പുറത്തുള്ള എന്റെ അയൽവാസി എന്നെ ഉപദ്രവിച്ചു, എന്താ ഖുർആൻ അതിന്റെ സമീപനം? എന്റെ ഉമ്മ എന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണ്, എന്താ ഖുർആൻ പറഞ്ഞത്? എന്റെ വാപ്പ ഈ അടുത്ത സമയത്തല്ലേ, 2 ദിവസം മുമ്പാണ് ഏതോ ഒരു മകൻ സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് ഒരു പിതാവിനെ മർദ്ദിക്കുന്നൊരു വീഡിയോ. സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ പറ്റില്ല. മദ്യവും കഞ്ചാവും ഉള്ളവനല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാത്തവന് ഇത് കാണാനും പറ്റൂല. കാരണം അത്രയും ഗുരുതരമായ മർദ്ദിക്കുകയാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ഒരു പിതാവിനെ ഒരു മകൻ വന്നിട്ട് മർദ്ദിക്കുന്നു, മുഖത്താഞ്ഞാഞ്ഞടിക്കുന്നു, നയാഗ്ര പോലെ മൂക്കിൽ നിന്ന് മണ്ട പൊട്ടിയിട്ട് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ വന്ന ആ പ്രിയപ്പെട്ട പിതാവിനെ സംരക്ഷിക്കുന്നു, സുരക്ഷാ വലയം തീർക്കുന്നു. ആ സമയത്ത് ഓടിക്കൊണ്ട് അവരെ തള്ളി മാറ്റിയിട്ട് ആ മകൻ വന്ന് വീണ്ടും അച്ഛനെ, പിതാവിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഖുർആനിനെ പ്രതിഷ്ഠിച്ചിരുന്നുവെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തീരുമാനിക്കും ഇതെന്താ ഖുർആന്റെ നിലപാട്, ഇതെന്താ ഖുർആനിന്റെ സമീപനം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇനി ഞാനൊരു കാര്യം പറയാ, പ്രിയപ്പെട്ടവരെ, ഖുർആന് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പുറന്തോടിലാണ്, ഹൃദയത്തിന്റെ ഭിത്തിക്ക് പുറത്താ നമ്മൾ സ്ഥാനം കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ മോശമായി കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആരാണ് വരുന്നതെന്നറിയോ? സാക്ഷാൽ വലീദ് ഇബ്നു മുഗീറ. എന്നെ കേൾക്കാൻ താനാൾ ഊരിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരേങ്ങത്തെന്ന് പറയുന്ന പ്രദേശത്ത് SYS-ന്റെയും SKSSF-ന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ സംഘടിപ്പിച്ച ഈ മജ്ലിസ് നൂറിന്റെ സ്വലാത്ത് വാർഷികത്തിന്റെ പരിപാടിയിൽ എന്നെ കേൾക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വന്നതാരാണ്? വലീദ് ഇബ്നു മുഗീറയാണ് വന്നത്. ആരാണ് വലീദ് ഇബ്നു മുഗീറ എന്നറിയോ? ഉണർന്നിരുന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. വലീദ് ഇബ്നു മുഗീറ ആരാണ്? സമസ്തയുടെ മെമ്പറല്ല, മുശാവറ മെമ്പറല്ല, സമസ്തയുടെ മുഫത്തിസല്ല, സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനല്ല, സ്വതറല്ല, പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, വിദ്യാർത്ഥിയുടെ പിതാവല്ല, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഘടനയുടെ സാധാരണ മെമ്പറല്ല. ആരാണ് വലീദ് ഇബ്നു മുഗീറ എന്നറിയോ? ഖുർആനിന്റെ ശത്രുവാണ്, റസൂലുള്ളാഹിന്റെ ശത്രുവാണ്, ഖുർആൻ നശിപ്പിക്കണമെന്ന് മുറവിളി കൂട്ടുന്നവനാ. അല്ലാഹു അല്ലാത്ത 33 ദൈവങ്ങളെ പൂജിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി കച്ച കെട്ടിയവനാണ്. ഈ വലീദ് ഇബ്നു മുഗീറ മുത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാ. റസൂലുള്ളാഹിനെ നന്നാക്കാൻ വേണ്ടി വലീദ് ഇബ്നു മുഗീറ പോയതാണ്. പക്ഷെ റസൂലുള്ള ഖുർആൻ അങ്ങ് ഓതിക്കൊടുക്കുകയാ. ഈ ഖുർആൻ ഓതിക്കൊടുത്തപ്പോ വലീദ് ഇബ്നു മുഗീറയുടെ മുഖം വല്ലാതെ പ്രകാശിക്കുകയാ. വലീദ് ഇബ്നു മുഗീറയുടെ മുഖം വല്ലാതെ വിവരണമാവുകയാ. വലീദ് ഇബ്നു മുഗീറ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. വഴിയിൽ വെച്ച് കണ്ടു ആരാ? സാക്ഷാൽ അബൂജഹല്. അബൂജഹല് ഓടി വന്നിട്ട് ചോദിക്കുന്നു, വലീദേ നീ എവിടെയാ പോയത്? ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. എന്താ നീ അവിടെ ചെന്നിട്ട് സംഭവിച്ചത്? മുഹമ്മദ് ഖുർആൻ ഓതി എന്നെ കേൾപ്പിച്ചു. എന്താ നിന്റെ നിലപാട്? ഖുർആൻ എന്ന് പറയുന്നത് അവനെ നിർമ്മിച്ചതല്ലേ, മനുഷ്യ നിർമ്മിതമല്ലേ? ആ സമയത്ത് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ചിന്തിക്കടേ. വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, അല്ല അല്ല, എത്ര വശ്യമാണ് മുഹമ്മദ് ഓതിയത്. ഇതൊരു മനുഷ്യന്റെ നിർമ്മിതിയല്ല, ഇതൊരു മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതല്ല. ഇത് ദൈവീകം തന്നെയാണ്, വേദഗ്രന്ഥം തന്നെയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, സംശയമില്ല. ആ സമയത്ത് അബൂജഹൽ അവിടെ നിന്ന് മാറുകയാ. വലീദ് ഇബ്നു മുഗീറ എന്തോ ഒരു മാസ്മരിക ലോകത്തേക്ക് അതളക്കപ്പെട്ടതുപോലെ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാ. മറ്റൊരവസരത്തിൽ വീണ്ടും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ആരെന്നറിയോ? ശത്രുക്കളിൽ ഏറ്റവും വലിയ നേതാവായ ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹിന്റെ മുന്നിൽ വരികയാ. ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാരും വരുമ്പോ ചെയ്യുന്നത് പോലെ ഖുർആൻ ഓതുകയാ. ആ സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅ ഹാമീ സജദ എന്ന അധ്യായം ഓതിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ വായിൽ കയറി പൊത്തിപ്പിടിക്കുകയാ. അരുത് മുഹമ്മദേ, ഇനി ഖുർആൻ ഓതല്ല മുഹമ്മദ്, ഇനി ഓതരുത് മുഹമ്മദ്. എന്റെ മനസ്സെന്തോ പതറുകയാണ്, എന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുകയാ. അതുകൊണ്ട് ഓതരുത് മുഹമ്മദേ, ഹൃദയം ഇടിപ്പ് കൂടുകയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഉത്ബത്ത് ബിൻ റബീഅ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. വഴിയിൽ കാത്തു നിന്നിട്ട് അബൂജഹൽ പിന്നാലെ പോയി. എന്നിട്ട് ചോദിച്ചു, ഉത്ബത്തേ എന്താ നിന്റെ നിലപാട് ഖുർആനിനെ പറ്റിയിട്ട്? ആ സമയത്ത് ഉത്ബത്ത് ബിൻ റബീഅയുടെ മറുപടി എന്തെന്നറിയോ? അത് മനുഷ്യ നിർമ്മിതിയല്ല, അത് ദൈവീകം തന്നെ, അത് അല്ലാഹു നിർമ്മിച്ചത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം തന്നെയാ. ഇത് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമല്ല. അബൂജഹൽ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാ. വലീദ് ഇബ്നു മുഗീറയെ
പോലെ ഉത്ബത്ത് ബിൻ റബീഅയും വീട്ടിലേക്ക് മടങ്ങുകയാ. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരിമാര്, ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങള്, ഇസ്ലാമിന്റെ ശത്രുവായ, ഖുർആനിന്റെ ശത്രുവായ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശത്രുവായ വലീദ് ബിൻ മുഗീറയും ഉത്ബത്ത് ബിൻ റബീഅയും ഖുർആൻ കേട്ടപ്പോ മാനസാന്തരം വരികയാ. ചോദിക്കട്ടെ, 5 വയസ്സെത്തിയപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് അലിഫും ആദ്യാക്ഷരം എഴുതിയിട്ട് അദബ് പഠിപ്പിച്ച് അല്ലാഹയെ പരിചയപ്പെടുത്തി. റസൂലുള്ളാഹിനെ പഠിച്ച് 15 വയസ്സ് വരെ മദ്രസയിൽ പഠിച്ചു, അമലിയാത്ത് പഠിച്ചു, ഫിഖ്ഹ് പഠിച്ചു, ദീനിയാത്ത് പഠിച്ചു, അഖീദ പഠിച്ചു, എല്ലാം പഠിച്ച ഹദീസുകൾ പഠിച്ചു, ഖുർആൻ പഠിച്ചു. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരാ, വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോ മനസ്സിനകത്ത് വല്ലാത്ത ഏതെങ്കിലും നിലയിലുള്ള വികാരം വരുന്നുണ്ടോ? മനസ്സിനകത്ത് എപ്പോഴെങ്കിലും ഖുർആൻ കേൾക്കുമ്പോ നമുക്ക് ചലനം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഖുർആൻ കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ ശത്രുവായ വലീദ് ബിൻ മുഗീറയ്ക്ക് തോന്നാത്തത്, അതുപോലെ ഉത്ബത്ത് ബിൻ റബീഅയ്ക്ക് തോന്നാത്തത് എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് വലിയ സ്വാധീനം ചെലുത്തപ്പെടാതെ പോയത് എന്തുകൊണ്ടാ? അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇന്ന് വരെ ഖുർആനിനെ പതിറ്റിച്ചില്ല. ഇന്ന് വരെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഖുർആന് നമ്മൾ സ്വാധീനം ചെലുത്തിയിട്ടില്ല. വലീദ് ബിൻ മുഗീറ എന്ന ശത്രു ഖുർആൻ കേട്ടത് ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ടാ. അതുപോലെ ഉത്ബത്ത് ബിൻ റബീഅ ഖുർആൻ കേട്ടത് ഹൃദയത്തിന്റെ ഭിത്തിക്കുള്ളിലുള്ള ആ സദറും ഫുആദും കൊണ്ടാ കേട്ടത്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത ചാട്ടം വന്നത്. അതുകൊണ്ടാണ് അവർ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ചോദിക്കട്ടെ പെങ്ങളെ, എത്രയോ ഖുർആനുകൾ കേട്ടു, എന്തേ മനസ്സ് മാറാത്തത്? ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ല പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കണമെന്ന് ഇവിടെ മജ്ലിസുൻ നൂർ ഓതിയല്ലോ. ആരാ ബദരീങ്ങളെന്ന് ഇവിടുന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ കുറഞ്ഞ വാക്കിൽ പറഞ്ഞല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് കേട്ടപ്പോ ജീവിതവും ജീവനും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി 16 ദിവസക്കാലം നോമ്പ് പിടിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 17ാമത്തെ പകലില് പരിശുദ്ധമായ ബദർ എന്ന വ്യാപാരമേള നടക്കുന്ന സ്ഥലത്തേക്ക് വാളുകളില്ലാതെ, പരിചകളില്ലാതെ, പടയങ്കികളില്ലാതെ, പടക്കോപ്പുകളില്ലാതെ അള്ളാന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിലിറങ്ങാൻ ധീരമുജാഹിദുകളായ ബദരീങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്തിന്റെ പേരിലാ? അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പടച്ചവൻ ഉള്ളത് കൊണ്ടാ. വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ചലനം സൃഷ്ടിച്ചത് കൊണ്ടാ. ഹുമുൽ ജിബാലു ബലാ കദഗിരി ഫീ ഹിമ്മത്തിൻ ബൽ സാറത്തുൻ കുബറാ. ബദരീങ്ങൾ അവരാണ് നമ്മുടെ നേതാക്കന്മാർ, അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര്. നമ്മുടെ നേതാക്കന്മാരാരാണ്? നമ്മുടെ നേതാക്കന്മാര് പൊളിറ്റിക്കൽ നേതാക്കന്മാര് വേറെ ഉണ്ടാവും, ആത്മീയ സംഘടനകളിൽ നേതാക്കന്മാരുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ നേതാക്കന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖൽബ് കഴിഞ്ഞ്, സ്വദർ കഴിഞ്ഞ്, ഫുആദ് എന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ, നെഞ്ചിന്റെ ഉള്ളിൽ അല്ലാഹുവും അവന്റെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും പരിശുദ്ധ ദീനും ഇടം പിടിച്ചത് കൊണ്ടാണ് അവർ പട്ടിണി കിടന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവരെ സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് 14 കഴിഞ്ഞിട്ടും ഈ കൊച്ചു കേരളത്തിന്റെ താനാളൂരിലെ ഈ പറയുന്ന പരേങ്ങത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ മജ്ലിസുൻ നൂറിൽ ഇത്രയും നേരം ഇവിടെ ഓതിയത് മഹാരഥന്മാരായ 313 സഹാബത്തിന്റെ പേരാ. ആ പേര് പറഞ്ഞിട്ട് നമ്മൾ തർളിയത്ത് ചൊല്ലി അവരെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്തു. പരിശുദ്ധമായ ഈ സദസ്സിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു അവസ്ഥയിൽ ഇന്നലകളിൽ അല്ല, മഗ്‌രിബിന്
പിരിവിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന ഈ മണ്ണിന്റെ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ മണ്ണാണിത്. ആ മണ്ണ് ഇത്രയും മനോഹരമായത് നമ്മുടെ പ്രിയപ്പെട്ട ബദരീങ്ങൾ എന്ന് പറയുന്ന നേതാക്കന്മാരിലൂടെയാണ്. എന്താ അവർക്ക് ഇത്രയും സ്വീകാര്യതയുണ്ടായത്? അവര് അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിനെയും പരിശുദ്ധ ദീനിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നെഞ്ചിന്റെ പുറന്തോടാകുന്ന കൽബിലല്ല, അതിന്റെ അകത്ത് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വദറിലുമല്ല, മറിച്ച് ഓരോ നിമിഷവും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തലപുകഞ്ഞാലോചിക്കുക എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിന്റെ ഉള്ളിലിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ച് അവരവരുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഖുർആനിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അവരെക്കാലോ സ്മരിക്കപ്പെടുന്നവരായി മാറിയത്. നമ്മൾ മരിച്ചാൽ ഏതെങ്കിലും പട്ടികൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടോ? എന്താ കാര്യം? നമ്മൾ ഖുർആന്റെ ആളുകളാ. ഇപ്പോഴും നമ്മൾ ഖുർആന്റെ ആളുകളാ. പക്ഷേ ഈ ഖുർആനും നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണ്? ഖബറിൽ ചെന്നിട്ട് ഇമാമാരെന്ന് ചോദിക്കുമ്പോ ഖുർആനാണ് ഇമാം എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? അതിന് കഴിയണ്ടേ? അതിന് നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് നെഞ്ചിന്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആനെ ഇരുത്തിക്കോ. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആകാശത്തിൽ നിന്നാണ് ഖുർആനിനെ അല്ലാഹു ഇറക്കിയതെന്ന് പറഞ്ഞല്ലോ. ആകാശത്തിൽ നിന്നാണ് ഖുർആനിനെ അല്ലാഹു ഇറക്കിയതെന്ന് പറഞ്ഞല്ലോ. സഹോദരങ്ങളെ, മഴയും ആകാശത്തിൽ നിന്നാ പടച്ചോൻ പെയ്യിപ്പിക്കുന്നത്. മഴയില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സഹോദരിമാരും വീശിയായിരിക്കുന്നത്. എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ അങ്ങാനും ദുആ ചെയ്ത് പിരിഞ്ഞാൽ എത്ര സന്തോഷത്തോടെ തിരിച്ചു പോകും. അത്രയും അവസ്ഥയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. ശക്തമായ ചൂട്, കഠിനമായ ചൂട്. ഈ ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇപ്പൊ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മളൊക്കെ കൊതിക്കാനൊന്നും മഴ പെയ്യാൻ. രാത്രി ഏത് പകലേതെന്ന് അറിയാതെ ചൂട്, രാത്രി ഏത് പകലേതെന്ന് അറിയാതെ ചൂട്. ആ ചൂട് ഇങ്ങനെ കഷ്ടപ്പാടായി നമ്മുടെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഈ ഞെലിപിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്തിന് മഴ പെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എത്ര സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ആവശ്യമായ മഴ തരട്ടെ. ദുബായില്, ഒമാനില്, സൗദിയില് അള്ളാഹു താല കൊടുത്ത മഴ അത് പരീക്ഷണത്തിന്റെ മഴ പോലെ അവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന മഴയായിരുന്നു. നമുക്ക് അള്ളാഹു തരുന്ന മഴ കാരുണ്യത്തിന്റെ മഴയാക്കി തരട്ടെ. വിദേശ രാജ്യങ്ങളിൽ, GCC രാഷ്ട്രങ്ങളിൽ, നമ്മുടെ ഗൾഫ് മേഖലകളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു താല സമാധാനവും നഷ്ടപ്പെട്ടതിന് അല്ലാഹു തആല പകരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ. പക്ഷെ ഞാൻ ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്ക് കേരളത്തിൽ 2ഉം 3ഉം പ്രളയം ഉണ്ടായി. ആരുടെ സഹായമാ നമ്മളിലേക്ക് നീണ്ടത്? ഇവിടെ പള്ളികൾ ഉണ്ടാകണം, കോളേജുകൾ ഉണ്ടാകണം, മദ്രസകൾ ഉണ്ടാകണം, ഇവിടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണം. ആരാ കൂടുതലും സഹായിക്കുന്നത്? പ്രവാസികൾ. ഇന്ന് അവർ അനുഭവിക്കുന്ന, അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആ മഴക്കെടുതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കയറ്റി അയക്കാനൊന്നും ഒരുപക്ഷെ കഴിയണമെന്നില്ല. സാമ്പത്തികമായി സഹായം ചെയ്യാൻ മാത്രം നമ്മൾ വലിയ സമ്പന്നരും അല്ല എന്നിരിക്കാം. പക്ഷേ ഒന്ന് പ്രാർത്ഥന കൊണ്ടെങ്കിലും ആ പാവപ്പെട്ട നമ്മുടെ ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മളെ കൈയൊഴിയാതെ നമ്മളെ ചേർത്തു പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ നമ്മുടെ ഗൾഫുകാര്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, അവരെ നമുക്കൊന്ന് ചേർത്ത് നിർത്തണ്ടേ? ഒന്ന് പ്രാർത്ഥന കൊണ്ടെങ്കിലും. എവിടെയും ആ പ്രാർത്ഥനകൾ മുഴങ്ങി കേൾക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. നമ്മൾ കരുതുന്നു മഴ അവസാനിച്ചു. ഇന്നിപ്പോ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ UAE-യില് അൽ ഐനിലൊക്കെ വലിയ മഴ പെയ്യുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവരുടെ നാടിനെയും നമ്മുടെ നാടിനെയും ഒക്കെ അള്ളാഹു താല എല്ലാ വിപത്തുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു, ആകാശത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ ഇറക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരു സാമ്യതയില്ലേ?
ഇപ്പൊ നമുക്ക് ചൂട് കഠിനമായി വെന്തുരുകി നമ്മൾ ഇരിക്കാൻ, മഴ ഒന്ന് കിട്ടിയെങ്കിലൊന്ന് കൊതിച്ചിരിക്കാൻ, ഇതുപോലെയായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലം.